റിയാലിറ്റിയും വിപ്ലവകരമായി അരങ്ങു വാഴുമ്പോൾ നമ്മിലെ മനുഷ്യത്വം സ്വാർത്ഥതയായി മാറുന്നു. ആത്മീയത കച്ചവടമാകുന്നു. സാമൂഹിക പ്രതിബദ്ധത ചൂഷണം ചെയ്യപ്പെടുന്നു. നമ്മിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. സെന്റ് തോമസ് ഫാമിലി യൂണിറ്റിന്റെ എളിയ സമർപ്പണം. അയ്യോ അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. വയനാട്ടിലെ ചുരത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. ഒരു മനുഷ്യൻ വളരെ നേരമായി റോഡിൽ ആക്സിഡന്റ് ആയി കിടക്കുകയാണ്. ഏതു വാഹനമാണ് ഇടിച്ചതെന്ന് അറിയുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇയാൾ ബോധമില്ലാതെയാണോ വീണത്, അതോ വീണിട്ട് ബോധം പോയി വന്നതാണോ എന്ന് ഇവിടെ ആർക്കും മനസ്സിലാക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു സംശയം, കോഴി വേസ്റ്റുമായി ഇതുവഴി പോയ ലോറിയിൽ നിന്ന് ഗന്ധം അടിച്ചതാണോ? എന്തായാലും ഇന്ന് രാത്രി 9:30 നമ്മൾ തമ്മിൽ കാണുക. ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും ക്യാമറമാൻ ഡേവിഡിനോടൊപ്പം ആൻവിയ സജി. അയ്യോ അയ്യോ അയ്യോ, ദേ കിടക്കുന്ന ഒരു അപകടത്തിൽപ്പെട്ടവൻ. പാവം മനുഷ്യൻ. ഓ, ഇതാ നമ്മുടെ നാട്. ചുമ്മാതെ കിടക്കുക. വെറും നാടകമാടി, വെറും നാടകം. ജോലിയൊന്നും ചെയ്യാതെ കാശുണ്ടാക്കാനുള്ള പരിപാടിയാ. വെറും ആക്ടിങ്. നീ കൊണ്ട് വാ. പപ്പ, എനിക്കൊരു KFC വേണം. ഇവിടെ കയറി ഇരുന്നാൽ ഇച്ചിരി തണുപ്പ് കിട്ടും. എന്ത് ചൂട് ഇവിടെ. പോടാ ചെറുക്ക, ഈ ഓണം കയറാൻ മൂലയില്ല KFC. നീ കിടന്ന് വഴക്കൂടാതെ കുവൈറ്റ് ചെന്നിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. ഒന്ന് നിർത്തണം മോനെ, കരയാതെ. മമ്മി വാങ്ങിച്ചു തരാം KFC. പിന്നെ ഒന്ന് കേൾക്കണേ, എനിക്ക് ആ ജയലക്ഷ്മിയിൽ ഒന്ന് കയറണമായിരുന്നു. 2 സാരി വാങ്ങണം കേട്ടോ. എൻ്റെ എടി നീ വാ. ഇന്ന് സാരിയും കൂരി ഒന്നും വേണ്ട. വാ, വേഗം വീട്ടിൽ പോ. എനിക്ക് ബാങ്കിൽ പോയി ആ ഡ്രാഫ്റ്റൊക്കെ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ ആ ബ്രോക്കറെ ഒന്ന് കാണണം. നമ്മുടെ ആ റബ്ബർ എസ്റ്റേറ്റ് ഇല്ലേ, അത് ആ പൊട്ട കാനഡക്കാരൻ്റെ തലയെ കെട്ടിവെക്കണം. നീ ഒന്ന് വേഗം വാ. ഷോ, ഇനി എന്തൊക്കെയാണോ വേണ്ടത്? പാൻ കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, പാസ്പോർട്ട്. ഓ, എന്തൊക്കെ വേണമായിരിക്കൂ. എന്തോ ഒരു ഇടപാടാണോ ദൈവമേ ഇത്. അയ്യോ അയ്യോ, ആരുമില്ലേ എന്നെ ഒന്ന് സഹായിക്കാൻ? അയ്യോ, പാവം മനുഷ്യൻ. ചേട്ടാ, എന്തു പറ്റി? അയ്യോ, എന്തോ പറയാനാ മോളെ. ഒരു ബൈക്കുകാരൻ ഇടിച്ചിട്ട് പോയതാ. എഴുന്നേൽക്കാനും വയ്യ. എനിക്ക് കുറച്ച് വെള്ളം തരാമോ മോളെ? അയ്യോ, ചേട്ടന് വേണ്ടത് വെള്ളമല്ല, LICയുടെ ഒരു ജീവൻ മരണ പോളിസിയാ. ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ഇന്ന് പ്രീമിയം അടച്ചാൽ നാളെ മരിച്ചാലും ഫുൾ ക്യാഷ് കിട്ടും. ഒരു കളിപ്പീരുമില്ല. ഇതാ എന്റെ ഒരു കാർഡ് കൂടി ഇരിക്കട്ടെ. അയ്യോ, ദേ പോകുന്നു മത്തായി ചേട്ടൻ. ഒരു പോളിസി എടുക്കാമല്ലോ എന്ന് ഇന്നലെ പറഞ്ഞതാ. മത്തായി ചേട്ടാ, ഒന്ന് നിന്നേ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ. പോളിസി വേണമെങ്കിൽ എന്റെ കയ്യിൽ നിന്നേ വാങ്ങാവൂ. ഫോൺ ചെയ്യാൻ മറക്കരുതേ. അയ്യോ ചേട്ടാ, എനിക്ക് മരിക്കേണ്ട ചേട്ടാ. കുറച്ച് നാളുകളോട് ജീവിക്കണം. അയ്യോ 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 മോനെ, കുട്ട എന്തു പറ്റി? അയ്യോ, ഒരു ആക്സിഡന്റ് പറ്റിയതാ. എന്നെ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകാമോ ചേട്ടാ? റിപ്പോർട്ടേഴ്സ്, ഹേയ് ഹേയ്, ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രക്ഷേപണം ചെയ്ത്. അയ്യോടെ കുട്ടാ, ആക്സിഡന്റ് ആണോ? ഓ ശരി. ഒരു കാര്യം മാത്രം, ഞങ്ങൾക്ക് വോട്ട് തരാമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സഹായിക്കും. ഞങ്ങളുടെ പാർട്ടിയും എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരും. പിന്നെ ഫ്രീ മെഡിക്കൽ കെയർ, ഫ്രീ ഫുഡ്, ജോലി എല്ലാം ഫ്രീ. ഞങ്ങൾക്ക് വോട്ട് തന്നാൽ മാത്രം മതി. മോനെ, ഇങ്ങോട്ടൊന്ന് ചരിഞ്ഞു കിടന്നേ. ഞങ്ങൾക്ക് നിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. നോക്കൂ,
അദ്ദേഹം ആ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കാനല്ല നോക്കുന്നത്, പകരം ഫേസ്ബുക്കിലും ട്വിറ്ററിലും തന്റെ പിക്ചർ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും വെറും പാഴ്വാക്കുകൾ കൊണ്ട് അയാളെ ആശ്വസിപ്പിക്കുകയും ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കണ്ടില്ലേ നമ്മുടെ നാടിന്റെ ഒരു ഗതി? നമ്മുടെ നാട് നന്നാവാനും ജനങ്ങൾ നന്നാവാനും റോഡുകൾ നന്നാവാനും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും കേരളം ഇനി എത്ര നാൾ കാത്തിരിക്കണം? ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. അയ്യോ അയ്യോ, ആരുമില്ലേ എന്നെ ഒന്ന് സഹായിക്കാൻ? അയ്യോ, check this out dude. Scene ആണ് മച്ചു. Rocking accident. Helmet ഇട്ടാൽ this is what happens. എന്നെ വല്ലതും പറ്റിയോ ചേട്ടാ? അയ്യോ, എന്നെ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകാമോ പിള്ളേരെ? Come guys, let's take a selfie together. ജിയു, ക്രിസ്റ്റീൻ, ഇത് നമുക്ക് ഫേസ്ബുക്കിൽ ഇടാം. ഒത്തിരി ലൈക്സ് കിട്ടും, സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വൈറലും ആയിക്കോളൂ. വേഗം വാ. നിങ്ങൾ ഈ കാണുന്നത് സ്വപ്നമല്ല, ഇതാണ് മാറ്റങ്ങളുടെ ഇന്ത്യ, യുവാക്കളുടെ ഇന്ത്യ, നിങ്ങളുടെ ഇന്ത്യ. ഇതാ നിങ്ങളുടെ സ്വന്തം നാടായ വയനാട്ടിൽ നിന്ന് ഏഷ്യാനെറ്റിന്റെ ക്യാമറമാൻ ഡേവിഡിനോടൊപ്പം ആൻവിയ സജി. അയ്യോ അയ്യോ, ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. ഓ, ഞാനിവിടെ കിടന്ന് ചാകത്തേ ഉള്ളു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവവൈതലേ, നിനക്ക് എന്ത് പറ്റി? അയ്യോ, ആക്സിഡന്റ് ആയതാ. എനിക്കൊട്ടും വയ്യ. എന്നെ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകാമോ? സ്തോത്രം സ്തോത്രം. ഇതെല്ലാം ബന്ധനമാ, പിശാചിന്റെ പോരാട്ടമാ. എടാ, നീ ആരാ? പറ, നീ ആരാന്നാ ചോദിച്ചത്? വിട്ടുപോ, ഇപ്പൊ തന്നെ പൊക്കോണം. പോ പോ, വിട്ടുപോ. ഞാൻ ശശിയാണ്, ശശി. ഓ, ഇത് ശരിയാകുന്ന കേസല്ല. അല്ലെങ്കിൽ നമുക്ക് ഈ പുള്ളിയെ കൺവെൻഷന് സാക്ഷിയായിട്ട് കൊണ്ടുപോകാമായിരുന്നു. നിങ്ങൾ വരിക, ഇന്ന് വൈകിട്ട് 7 മണിക്ക്. മറക്കാതെ എല്ലാവരും വരണേ. നിങ്ങളുടെ ഹൃദയങ്ങളെ കൊണ്ടുവരിക, നിങ്ങളുടെ പേഴ്സുകൾ. ഹലോ ഹലോ, ആ ആ കിച്ചൺ ക്യാബിനറ്റോ? ആ, അത് 15 ലക്ഷത്തിന്റെ മതി. അയ്യോ അയ്യോ അയ്യോ, എന്തു പറ്റി? അയ്യോ, ആക്സിഡന്റ് ആയതാ. എനിക്കൊട്ടും വയ്യ. എന്നെ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകാമോ? എടാ, പാവത്തിന് കുറച്ച് വെള്ളം കൊടുക്കും. ചേട്ടന് മൊബൈൽ ഇങ്ങെടുത്തേ. ഹലോ ഹലോ, ഇതാ ശശിയേട്ടന്റെ വീടല്ലേ? ശശിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. നിങ്ങൾ പെട്ടെന്ന് ഇത്തറ്റം വരെ വരണം. 2 hours കഴിയുമ്പോഴേക്ക് ശശി മഷിയാവും. വാ ചേട്ടാ, എൻ്റെ വീട്ടിലേക്ക് പോവാം. കർത്താവേ, ശശിയേട്ടൻ എവിടുന്നാ റേഷൻ വാങ്ങിക്കുന്നേ? പ്രശസ്തിക്കും സുഖലോലുപതയ്ക്കും സ്വാർത്ഥ താല്പര്യത്തിനും ധനമോഹത്തിനും പിന്നാലെ പരക്കം പായുമ്പോൾ നിന്നിലെ നന്മ നഷ്ടമാകുന്നു. എങ്കിൽ പ്രിയമിത്രമേ, നിങ്ങൾ ജഡത്തിന്റെ അടിമയാണ്. നിങ്ങൾ എന്നേ അന്ധനായി മാറിയിരിക്കുന്നു. അവരന്റെ വേദനയിൽ നിനക്ക് ഈശോയെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:25 അന്നും ഇന്നും ഈശോ നമ്മോട് ചോദിക്കുന്നു, നീ ഒരു നല്ല സമരിയാക്കാരനാണോ? പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു.